നമ്മൾ ആറാമതായി പഠിച്ചത് the freedom that we receive in the cross of the Lord Jesus Christ. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം. And the last time we studied the glory in the cross of the Lord Jesus Christ. ക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള പ്രശംസ എന്ന് നമ്മൾ ചിന്തിക്കുവാൻ സാധിച്ചു. ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. Hebrews chapter 4 verse 14 through 16 is what we will use for this morning's meditation. In the book of Hebrews we can see at least 4 different themes. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഞാൻ പഠിച്ച രീതിയിൽ 4 പ്രമേയങ്ങൾ, ചിന്താവിഷയങ്ങൾ കാണുവാൻ സാധിക്കും. ഒന്ന്, നമുക്ക് എല്ലാവർക്കും പലപ്പോഴും പ്രസംഗവേദികൾ കേൾക്കുന്ന ഒരു വിഷയമാണ് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. The supremacy of the Lord Jesus Christ. That's one of the first things that we see in the book of Hebrews. But when you read through the book of Hebrews, you can see at least 3 more things. The second that I saw was the grandeur or the gravity of the word of God. ദൈവവചനത്തിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ ഘനം നമുക്ക് ഈ പുസ്തകത്തിൽ, ഈ ലേഖനത്തിൽ കാണുവാൻ സാധിക്കുന്നു. മൂന്നാമതായി നമ്മൾ കാണുന്ന വിഷയം വിശ്വാസത്തിൻ്റെ മൂല്യം, the value of faith. നാലാമത് നമ്മൾ കാണുന്ന വിഷയം the ethics of a disciple of the Lord Jesus Christ. ക്രിസ്തു ശിഷ്യനെന്ന് അനുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സന്മാർഗ സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ സന്മാർഗത്വമാണ് നമ്മൾ ഈ ലേഖനത്തിൽ കാണുന്നത്. നമ്മളിപ്പോൾ വായിച്ച വാക്യം, when you look at the verses that we read today, it speaks to or is part of the supremacy of the Lord Jesus Christ. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയിൽ അടങ്ങിയിരിക്കുന്ന ചില വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. അതിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ് അതിൻ്റെ 16-ാം വാക്യം. Verse 16 is something that we're all very familiar with. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തിൽ അടുത്ത് ചെല്ലുക. Let us therefore come boldly to the throne of grace that we may obtain mercy and find grace in the time of need. നമ്മൾ ചിന്തിക്കുക, ഒരു പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ അല്ലേ, ഒരു പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ പോയി കാണാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ചുമ്മാ കയറിപ്പോയാൽ? None of us can walk into the White House and say, I want to see the president. It doesn't happen that way. ലോകത്തിലെ ഏത് പദവിയുള്ള വ്യക്തിയെ പോയി കാണണമെങ്കിലും നമുക്ക് എന്തെങ്കിലും കുറച്ച് അനുവാദങ്ങളും കുറേ നാൾ കാത്തിരുന്ന് പല വിഷയങ്ങളെ ചോദിച്ച് we have to do a lot of things to go and see someone who is prominent. പക്ഷേ എബ്രായ ലേഖനം പറയുന്നത് കേട്ടോ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തിന് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് ചെല്ലുക. നമ്മൾ ആരുടെ അടുത്താ പോകുന്നറിയാമോ? പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത്. We're going to the throne of the holy God. We don't need a recommendation letter. We don't need a permission slip. We don't need IDs to be validated. We have been given this privilege to come before the throne of grace simply because of the cross of the Lord Jesus Christ. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു മുഖാന്തരം, ഒരു വഴി ഉണ്ടായത്. We have access to the throne of the holy God. We have access to the presence of the holy God. And you don't need to have any membership. You have to say, Lord Jesus, I know who you are. And it is because of the fact that you came to this earth and you died on my behalf and you suffered all that shame and pain and suffering. It's because of that I have this privilege to come before your throne. ആദ്യം ബൈബിളിൻ്റെ ആദ്യം തൊട്ട് നമ്മൾ കാണുന്ന ഒരു വിഷയമുണ്ട്. ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ ഇന്നലെ സൺഡേ സ്കൂൾ ആനിവേഴ്സറി ആയിരുന്നല്ലോ. നമുക്കൊരു ചോദ്യം ചോദിക്കാം. ദൈവം ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്ത്? What's the first question that God asked? Adam, where are you? ആദാമേ നീ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് അറിയത്തില്ലായിരുന്നു ആദാം എവിടെയായിരുന്നു? Didn't God know where Adam was? Okay, then why did God ask the question? Did God know that Adam sinned? ആദാമും ഹവായും ലംഘനം
അത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുവെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു. ഈ ചോദ്യം കേട്ടാൽ ഒരു കോപാകുലനായ ദൈവത്തിൻ്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? Do you think God was angry when he came down and asked Adam and Eve, where are you? If God knew that Adam and Eve sinned, if God knew exactly where Adam and Eve were and what their conditions were, why then did God ask Adam, where are you? Before I give you my response, I want you to follow the theme that I found in Scripture. There are many themes. I want to follow this theme. One, in Psalms 14 and verse 2, 14-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. The Lord looks down from heaven upon the children of men to see if there are any understand and any who seek God. വേറൊരു വാക്യം, 1-2 വാക്യം നമുക്ക് വായിക്കാം. 53-ാം സങ്കീർത്തനം, Psalms 53 and verse 2. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. God looks down from heaven upon the children of men to see if there are any who understand, who seek God. റോമാലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. Romans chapter 3 verses 10 and 11. As it is written, there is no one righteous, not even one. There is no one who understands and no one who seeks God. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. ഈ വാക്യങ്ങളെന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു വിഷയമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യർ വളരെ കുറവാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരൊറ്റ മനുഷ്യൻ പോലും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ദൈവത്തോട് ഏറ്റവും അടുത്ത സ്നേഹബന്ധം പുലർത്തിയിരുന്ന ആദാമും ഹവ്വായും ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ഒരു പക്ഷേ പരിശുദ്ധനായ ദൈവം പറയാമായിരുന്നു, ഇനിയും ഈ മനുഷ്യനോട് നമുക്കൊരു ബന്ധവും ഇല്ലായിരുന്നു. പറഞ്ഞിരുന്നുവെങ്കിൽ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ ഒരൊറ്റ വ്യക്തിക്കും സാധിക്കത്തില്ല. If God would have said, I am no longer going to have any close intimate relationship with the man that I've created because they have violated my commandment, no one would have the authority to question God as to his decision. പക്ഷേ ദൈവം എന്തുകൊണ്ട് പാപം ചെയ്തെന്നറിഞ്ഞിട്ടും മറഞ്ഞിരിക്കുന്നറിഞ്ഞിട്ടും ദൈവത്തോട് അകന്നിരിക്കുന്നറിഞ്ഞിട്ടും ദൈവം എന്തുകൊണ്ട് ആ തോട്ടത്തിൽ ഇറങ്ങി വന്നു? Because God still seeks someone that he has created. സൃഷ്ടിച്ച മനുഷ്യനെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കാണിക്കുവാൻ ദൈവം അവിടെ ഇറങ്ങി വന്നു. God has come because he wants people to know, I am still a compassionate, I am still a loving God, I am still a long-suffering God, I am still a patient God. So God, knowing that he was disrespected, God knowing that his words were neglected, even knowing all the wrongs, God said, I am still coming down to seek after the men that I created. ദൈവകൽപ്പന ലംഘിച്ചെന്ന് മനസ്സിലാക്കിയതിനു ശേഷവും ദൈവത്തിൻ്റെ വാക്കുകളെ അത് അവർ അവഗണിച്ചെന്ന് മനസ്സിലാക്കിയിട്ടും ദൈവം പറയുന്നു, എന്നെ അന്വേഷിക്കുന്ന ആരുമില്ലെങ്കിലും എനിക്ക് എൻ്റെ ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഐ ആം എ ഗാഡ് ഓഫ് ലവ്. നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമല്ല കേട്ടോ, നമ്മുടെ ദൈവത്തിൽ ആ സ്നേഹം ഉൾക്കൊണ്ടിരിക്കുന്നത്. അല്ലെന്ന് വെച്ചാൽ ദൈവത്തെ മാറ്റി നിർത്തിയാൽ യഥാർത്ഥ സ്നേഹമില്ല. See, God is a forgiving God. God is a compassionate God. But God is love. Devamana yadartha sneham. So knowing Adam and Eve sinned, knowing Adam and Eve neglected and disrespected the words of God and the commandments of God, and we see a God who still comes down. ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ചില വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. Notice that God came to them in a very patient manner. ദൈവം ഈ ലംഘനം നടന്നിട്ടും അവരോട് സംസാരിക്കുന്നതും അവരോട് ഇടപെടുന്നതും വളരെ ക്ഷമയോടാണ്. പറയാൻ കാരണം
അവിടെ പറയുന്നു, പതിവ് പോലെ ദൈവം വെയിലാറിയപ്പോൾ അവിടെ ഇറങ്ങി വന്നു. God came at the cool of the evening as it was customary. ദൈവം കോപാകുലനായി അവരെ ശിക്ഷിക്കുവാൻ, അവരെ അതുപോലെ ഉന്മൂലമാക്കുവാൻ വരുവായിരുന്നെങ്കിൽ ആ പാപം ചെയ്ത നിമിഷം ദൈവത്തിന് വരാമായിരുന്നു. God could have come down at the exact moment they violated God's commandment. But God didn't change who he was. He followed his custom. He said, I will still come in the cool of the evening. That tells me God was a patient God. He dealt with them in the same manner. പാപത്തെ അംഗീകരിച്ചില്ല, പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവം മാറിയില്ല. God still came down in a very patient manner. Secondly, ദൈവത്തിന് വേണമെങ്കിൽ ഒരു ദൂതനെയോ 1000 ദൂതന്മാരെയോ വിട്ട് ഇവരോട് ഈ കാര്യത്തെക്കുറിച്ച് അറിയാമായിരുന്നു, ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. God could have sent any one of his angels or a host of angels to come to the Garden of Eden and say, why did you do this? പക്ഷെ ദൈവം അത് ചെയ്തില്ല. ദൈവം തന്നെ ഇറങ്ങി വന്നു. The second thing I learned from that is God is a personal God. നമുക്ക് വ്യക്തിപരമായി അറിയുവാൻ സാധിക്കുന്ന ഒരു ദൈവമാണ്. നമുക്കൊരു തെറ്റ് വന്നാലും നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ ആരെങ്കിലും വിട്ടല്ല ദൈവം നമ്മളോട് ഡീൽ ചെയ്യുന്നത്. ദൈവം പറയുന്നു, നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമെന്ന് അറിയിക്കുവാൻ ഞാൻ തന്നെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുവാൻ മനസ്സുള്ളവനാണ്. Our God is willing and able. He's personal enough to come down to the midst of us, in the midst of us, and talk to us and deal with us directly. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ ലഭിച്ച് എത്രയോ അക്രൈസ്തവർ ക്രിസ്തീയ ശിഷ്യന്മാരാകുന്നു. പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് മുസ്ലിം മതങ്ങൾ വിശ്വസിക്കുന്ന ആചരിക്കുന്ന രാജ്യങ്ങളിൽ എത്രയോ പേര് യേശുക്രിസ്തുവിനെ അവരുടെ സ്വപ്നങ്ങളിൽ കണ്ട്, അവരുടെ ദർശനങ്ങളിൽ കണ്ട്, അവർ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിഞ്ഞ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് ഇറങ്ങി വന്ന ദൈവം ഇന്നും അതുപോലെ ഇറങ്ങി വരുന്നു നമ്മൾ മനസ്സിലാക്കണം. God who came down in the Garden of Eden is still coming down and dealing with, addressing and interacting with people, the same creation that God has created. Third, God provided the covering that was needed even though men violated the commandments of God. ദൈവത്തിൻ്റെ കൽപ്പന മനുഷ്യൻ ലംഘിച്ചെങ്കിലും അവർക്ക് വേണ്ടി ആവശ്യമായ ആ കവറിങ്, ഇല കൊണ്ട് ഉണ്ടാക്കി കൊടുത്തത് ആരാന്നറിയാമോ? ദൈവം തന്നെ. God provided that covering for them. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചല്ലോ, did God know where Adam was? Yes. Did God know that Adam had sinned? Yes. Did God know they had needed something to cover their shame? Yes. അതിനെല്ലാം മറുപടിയായി ദൈവം വ്യക്തിപരമായി ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ബൈബിൾ ചോദിക്കുന്നു. പക്ഷേ ഈ പ്രവൃത്തിയിൽ കാണുന്നു, മനുഷ്യരെ അന്വേഷിക്കുന്ന ദൈവമുണ്ട് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. The Bible often asks, is there anyone who seeks God? And that question is still remaining open today. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ആ ഒരു ചോദ്യം നമ്മുടെ മുൻപാകെ ഉണ്ട്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നുവോ? Do we seek after God? Do we look to him and say, God, what is your desire? What is your will? What is it that you want me to accomplish in this life? What is my purpose? ദൈവമേ, അങ്ങ് എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്നെ ഈ ഭൂമിയിൽ ആക്കിയതിൻ്റെ അങ്ങയുടെ ഹിതം എന്താണെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഇന്ന് പകൽക്കാലവും ആ ചോദ്യം നമ്മുടെ മുൻപാകെ ഉണ്ട്. That question remains open today. പക്ഷേ the Bible starts with an answer for the other side of that question. ആ ചോദ്യത്തിൻ്റെ മറുവശത്തുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ദൈവത്തെ അന്വേഷിച്ചില്ല എങ്കിലും മനുഷ്യരെ അന്വേഷിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, സൃഷ്ടിയെ കരുതുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. There is a God who seeks after his creation. എന്നിട്ട് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, നമുക്ക് കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്തെല്ലാം ദൈവം മനുഷ്യരെ അന്വേഷിച്ചു വന്നു. പക്ഷെ ഒരു പരിശുദ്ധ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ നമുക്ക് എങ്ങനെ ഒരു വഴി ഉണ്ടായി? How did we have access to this holy presence of a holy God?
മോശയോട് ദൈവം സംസാരിച്ചപ്പോൾ പറഞ്ഞു, മോശേ നിന്റെ ചെരുപ്പ് ഊരണം. എന്തെന്നറിയാമോ? ഈ സ്ഥലം വിശുദ്ധ സ്ഥലം. God called Moses. God talked to Moses. And as soon as Moses turned and paid attention to the burning bush, God said, remove your sandals. This is holy ground. അത്രത്തോളം പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കതിങ്ങനെ ധൈര്യത്തോടെ ചെല്ലുവാൻ സാധിക്കും. How can we have the confidence and the boldness to come near this holy God? നമ്മൾ എത്ര നല്ല ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും നമുക്ക് ദൈവത്തിന് അടുത്ത് വരാനൊക്കെ ഒക്കുമോ? No matter how good, how great we may be, there's always going to be distance between us and God. നമ്മൾ എത്ര നന്മയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും ദൈവം നമ്മളും തമ്മിൽ എപ്പോഴും ഒരു അകൽച്ച കാണും. കാരണം ദൈവം പരിശുദ്ധനാണ്, ദൈവം പരിപൂർണനാണ്. നമുക്ക് 99.9% അല്ല 100% നന്മയെന്ന് പറഞ്ഞാലും ദൈവത്തോട് നമുക്ക് അടുക്കുവാൻ നമ്മുടെ മാനുഷികമായ രീതിയിൽ സാധിക്കത്തില്ല. It's impossible to come near a holy God, no matter even if we can claim and say, I am 100% perfect. നമ്മൾ എത്ര പൂർണ്ണരായെന്ന് പറഞ്ഞാലും നമുക്ക് ദൈവത്തോട് തുല്യമാകുവാൻ സാധിക്കത്തില്ല. We can never be made equal to God, no matter how perfect we think we are. But the writer of Hebrews says, let's come boldly before the presence of God. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവം പരിശുദ്ധനെന്ന് പറയുമ്പോൾ we must realize when we say God is holy one, he is unique. There is no one else like him. ഇല്ലേ? നമ്മൾ മനസ്സിലാക്കണം, ദൈവം പരിശുദ്ധനെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല. നമ്മൾ മനസ്സിലാക്കണം, there is no other God who comes even close. When we say our God is holy, we must realize he is pure, separate from any evil. എല്ലാ വക്രതയിൽ നിന്നും പാപത്തിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും അകൽച്ച പാലിക്കുന്ന ഒരല്പം പോലും ഒരംശം പോലും മാലിന്യമില്ലാത്തൊരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവം മാത്രം. That's why we say he is holy. Third, he is perfect. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തെ പോലെ പൂർണ്ണതയുള്ള വേറെ ഒരൊറ്റ ദൈവം ഈ ഭൂമിയിലില്ല. എല്ലാ മതഗ്രന്ഥങ്ങളും എടുത്തു നോക്കിക്കോ, അവിടെ എങ്കിലും പറയുന്നുണ്ടോ ഞങ്ങളുടെ ദൈവം പരിശുദ്ധനാണ്? ഒരൊറ്റ മതഗ്രന്ഥം പറയുന്നില്ല. പറയുന്നെങ്കിൽ നമ്മുടെ പുസ്തകം മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ ദൈവമാണ് പരിശുദ്ധനെന്ന്. Our book is the only one who says our God is a holy God. So that's what we mean by when we say our God is a holy God. This holy God sought after Adam and Eve. ഈ പരിശുദ്ധ ദൈവം ആദാമിനെയും ഹവ്വായെയും അന്വേഷിച്ചു വന്നു. This holy God sought after the Israelites. പലപ്പോഴും ഇസ്രായേൽ മക്കൾ ദൈവത്തെ അവഗണിച്ചു, അപമാനിച്ചു, ദൈവത്തിൻ്റെ നാമത്തിന് ദുഷിച്ചു എല്ലാം വന്നപ്പോഴും അവരോടെല്ലാം ദൈവം പറയുന്നു, എൻ്റെ മക്കളെ ചെവി തരുവിൻ, ഞാനാണ് കൃപയുള്ള ദൈവം, ഞാനാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം. അവിടെ എല്ലാം കാണുന്നത് ഇസ്രായേൽ മക്കളെ അന്വേഷിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. This holy God came and found some fishermen and some ordinary people and made them into great disciples. ഈ പരിശുദ്ധ ദൈവം കടന്നു വന്ന് കുറച്ച് സാധാരണ മനുഷ്യരെ കണ്ടപ്പോൾ, മുക്കുവന്മാരെ കണ്ടപ്പോൾ അവരെ എല്ലാം എടുത്ത് ഒരു വലിയ ശിഷ്യന്മാരാക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ടായിരുന്നു. This holy God found a Saul on his way to Damascus and said, I want to talk to you. I want you to meet me. And made Saul to be the greatest apostle that this world has ever known. So we see throughout the scriptures that this holy God is seeking after man. So this God came looking for man. അവരെ മനുഷ്യരന്വേഷിച്ച് കടന്നു വരുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ മനുഷ്യർക്ക് തിരിച്ചു ചെല്ലുവാൻ ഒരു മാർഗം വേണം. അതുവേണ്ടി കർത്താവ് പറഞ്ഞു, ഞാൻ ക്രൂശിൽ കയറാം. I will be on the cross. So what did the cross do? With the letter I, the cross restored our intimacy with the God who created us. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തുമായിട്ട് നമുക്ക് അടുത്ത ബന്ധമുണ്ടാകുവാൻ, ആത്മാർത്ഥ ബന്ധമുണ്ടാകുവാൻ ആ ക്രൂശാണ് അതൊരു മുഖാന്തരമായി മാറിയത്. So we see a God who seeks man. We see a God who made a way for man to be restored in intimacy with God. In other words, I would say this.
The cross is where man's intimacy with God is restored. ക്രൂശിലാണ് ദൈവത്തോടുള്ള അടുത്തതും ആത്മാർത്ഥമായുള്ള സ്നേഹബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ ഇടയായത്. പക്ഷെ അതുകൊണ്ട് അവിടെ തീർന്നില്ല. The intimacy with God is not the only thing that the cross gives us as a purpose, as an objective. ദൈവത്തോട് മാത്രമുള്ള ഒരു അടുത്ത ബന്ധമല്ല ആ ക്രൂശ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 4 അധ്യായം, 1 John chapter 4 verses 7 and 8. 1 യോഹന്നാൻ 4 അധ്യായം 7 8 വാക്യങ്ങൾ. ആ 11 വാക്യം ഒന്ന് വായിച്ചു മണിമോ. Thank you. Beloved or dear friends, let us love one another, for love is of God. And everyone who loves is born of God and knows God. He who does not love does not know God, for God is love. And then again in verse 11, beloved, if God so loved us, we also ought to love one another. സ്വാഭാവികമായ രീതിയിൽ നമ്മുടെ സ്നേഹം ഒരു നിസ്വാർത്ഥ സ്നേഹമാണെന്ന് പറയുവാൻ അവകാശപ്പെടുന്ന എത്ര പേരുണ്ട്? How many of us would say that my love is a completely selfless love? Not at all selfish. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഉൾപ്പെടെ ഒത്തിരി പേര് അതൊക്കെ പറയാൻ സാധിക്കുന്നു. കാരണം നമ്മൾ സ്നേഹിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില ആവശ്യങ്ങളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം. അതിന് ഞാനിട്ടൊരു പേരുണ്ട്, ഇലക്ഷൻ സ്നേഹം. ഞാൻ ആദ്യം ഓർത്ത് രാഷ്ട്രീയ സ്നേഹം എന്ന് പറയാമെന്ന്, പക്ഷേ രാഷ്ട്രീയ സ്നേഹം ഇപ്പോൾ സഭകളും രാഷ്ട്രീയമാണല്ലോ, അതുകൊണ്ട് ഇലക്ഷൻ സ്നേഹം എന്ന് പറയാം. ഇലക്ഷൻ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഇഫ് ഐ കോൾ ഇലക്ഷൻ ലവ്, ദാറ്റ് മീൻസ് വോട്ട് കിട്ടാൻ ഒരു സ്ഥാനാർത്ഥി എന്തെല്ലാം ചെയ്യും. To receive a vote, what all things a candidate would go through. നമ്മൾ ഒരിക്കലും മുഖം തരാത്ത വ്യക്തി കൈതരും, നമ്മുടെ കുഞ്ഞുങ്ങളെ എടുക്കും, ഉമ്മ കൊടുക്കും, ഫോട്ടോ എടുക്കും, ചിരിക്കും. എന്തുകൊണ്ട് സഹോദര, സാറേ എന്നെ മറക്കല്ലേ, എന്തൊരു ലളിതമായ രീതിയിൽ സംസാരിക്കുന്നത്. ഞാൻ പറയാം, രാഷ്ട്രീയം മാത്രമല്ല കേട്ടോ, സഭകളിൽ ഇതൊക്കെ നടക്കുന്നില്ലയോ? നമുക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ വേണമെങ്കിൽ, ഒരു പദവി വേണമെങ്കിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, if there's some sort of competition, if there's some sort of election, we will go to any extreme to win that person's acceptance and vote. പക്ഷെ അന്നേരമൊക്കെ അവരുടെയൊക്കെ വാചകങ്ങൾ കേട്ടാൽ, അവരുടെ മുഖത്തിൻ്റെ ഭാവം കണ്ട് നമ്മൾ വിചാരിക്കും, ഇദ്ദേഹത്തെ പോലെ ഒരു മാന്യൻ, ഇദ്ദേഹത്തെ പോലെ സ്നേഹിക്കുന്ന വ്യക്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലാണ് നമ്മളോട് ഇടപെടുന്നത്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാലോ? What happens after the election is over? 2 ആഴ്ച മുമ്പ് കൈ തന്ന് കുഞ്ഞിനെ എടുത്ത് ഉമ്മ നമ്മുടെ വീട്ടിന് മുന്നേ വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞ വ്യക്തി ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചാൽ പിന്നെ പോയി കാണണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? ഒരു ഷെയ്ക്ക് ഹാൻഡ് കിട്ടണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? നമ്മളെ കണ്ട മുഖം പോലും കാണിക്കത്തില്ല. വേണമെങ്കിൽ വണ്ടി ഇരുന്ന് അടച്ച കണ്ണാടിക്കൂടിൽ ഇരുന്നുകൊണ്ട് കൈ കാണിച്ച് ഓക്കെ എന്ന് പറഞ്ഞ് പോകുമല്ലാതെ പിന്നെ അടുത്ത ഇലക്ഷൻ വരെ ആ വ്യക്തിയായിട്ട് നമുക്ക് ഒരു ബന്ധവും ഇല്ല. പലപ്പോഴും നമ്മുടെ സ്നേഹം അങ്ങനെ ആയി പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ ദൈവവചനം അതല്ല നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവുമായിട്ട്, ദൈവവുമായിട്ട് ക്രൂശിൽ കൂടെ നമുക്ക് അടുത്ത ബന്ധം സ്ഥാപിക്കപ്പെടുവാൻ ഒക്കുന്നെങ്കിൽ ദൈവവചനം പറയുന്നു, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള വ്യക്തികളോടും അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ ഈ ക്രൂശ് മതി. This cross is sufficient not just to restore intimacy with the Holy God. This cross is telling us that we must restore our intimacy with one another. നമ്മൾ വായിച്ച വാക്യത്തിൽ വായിക്കുന്നല്ലോ, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക, dearly beloved, love one another. Is that an option? This is not my opinion, people of God. Is that an option?
It's a commandment that the Holy Spirit told John to write down. Dearly beloved, love one another. Why? If the cross has meant that we restored our intimacy with the Holy God, that same cross requires that we restore our intimacy with one another. See, ലോകത്തിലെ സ്നേഹമുണ്ടല്ലോ, അത് മാറിപ്പോകുന്നൊരു സ്നേഹമാണ്. ലോകക്കാർക്ക് ഇതുപോലെ സ്നേഹിക്കാൻ അറിയത്തില്ല. പക്ഷെ ദൈവസ്നേഹം അനുഭവിക്കുന്ന നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. നമ്മൾ അന്യോന്യം അതുപോലെ സ്നേഹിക്കണം. We must restore our intimacy with one another. If you break down that verse very quickly, 1, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കണം. എന്തുകൊണ്ട്? സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നതുകൊണ്ട്. Since love is coming from God, since God Himself is love, God expects that all of us who have experienced that love to be restored in intimacy, to love one another. 2, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ സഭയിലെ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു പറയുവാൻ നമുക്ക് ആർക്കും ഒരു അവകാശമില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു പറയുവാൻ ഒരേ ഒരു ക്വാളിഫിക്കേഷനേ ഉള്ളൂ, നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നുണ്ടോ? We must ask that question. If I claim to be born of God, if I claim to be a child of God, there's no other earthly qualifications except what the scripture says. If you love, you are born of God. That's one qualification. മൂന്നാമതായി, ദൈവത്തെ അറിയുന്നു. നമ്മൾ പാട്ട് പാടിയത് കൊണ്ടോ പാട്ട് എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രസംഗിച്ചത് കൊണ്ടൊന്നും ദൈവത്തെ അറിയുന്നു നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. ദൈവത്തെ അറിയുന്നു എന്ന് പറയുവാൻ നമുക്കൊരു കുറച്ചൊരു കപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് ദൈവത്തെ യഥാർത്ഥമായും ദൈവമക്കളെയും നമ്മൾ സ്നേഹിക്കുവാൻ പഠിക്കണം. We must love one another if we have to claim that I know God. ഞാൻ ഒരു കാര്യം എടുത്തു പറയാം. നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നവരെങ്കിൽ നമുക്ക് മറ്റുള്ളവരത് ബോധിപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. നമ്മുടെ സ്നേഹം കൊണ്ട് അവർ മനസ്സിലാക്കും. If I claim to say, if I have to prove with my words that I love God, then you're not probably loving others the way you're supposed to. But if I love others the same way my intimacy with the Lord has been restored to the cross, if I love the others the same way, I don't have to prove to others that I love God. People will know that I love God. ചില ഉദാഹരണങ്ങൾ പറയാം. To give you some illustrations. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. See, at my wedding, there were a few pastors. They all read the Word of God. They spoke from the Word of God. There was a band that played some Christian songs. All of that took place. God's name was honored and exalted in that wedding. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ ഒക്കുന്നില്ല എങ്കിൽ ദൈവം പറയുന്നു ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. I can have all the grandeur of a wedding and talk about God all throughout the wedding. But if I'm unable to love my wife the way the Bible requires me to love my wife, the Bible says, you haven't learned to love, you don't know who God is. We must realize that it's that important. I can come to church, I can teach and preach, sing, be on the board, or be elected to a position. That doesn't mean that I know God. It's beyond all that. If I love God, if I love someone else, if I love a child of God, then everyone would say, yes, he knows God. പക്ഷെ നമുക്കിതൊരു കുഞ്ഞുകളിയായി മാറിയൊന്നും എനിക്കൊരു പേടിയുണ്ട്. മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കുന്നതും മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നതും മറ്റുള്ളവരെ നമ്മൾ ആദരിക്കുന്നതും ഒക്കെ ഒരു രണ്ടാം തരം വിഷയമായി മാറ്റിയിട്ട് പലരും പറയുന്ന പോലെ എനിക്ക് ദൈവത്തോട് പൂർണ്ണ അടുപ്പമാണ്, മനുഷ്യരെ എനിക്ക് അത്രയും ഇഷ്ടമല്ല. പക്ഷെ അത് ദൈവത്തിന് വിരുദ്ധമാണ്. There's a lot of people who say, my relationship with God is perfect. I don't like people a lot. Well, that's completely opposite of the Word of God. If the cross has restored our intimacy with the Heavenly Father, the cross says we must restore our intimacy with a child of a Heavenly Father. That's a requirement. ദൈവം തന്നെ പറഞ്ഞല്ലോ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനെല്ലാം ദൈവം പറഞ്ഞു എൻ്റെ അന്ന്. Did God say everybody who calls upon me and says, Lord, Lord, I know all of them? No.
I can cast out demons, I can speak in tongues, I can do all these things. But if I haven't loved, it's nothing. ദൈവം പറയുന്നു, കർത്താവ് പറയുന്നു, ചുമ്മാ വന്നെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് വീട്ടിൽ പോയി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ സ്വഭാവമുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മുൻപിൽ ഒരു വലിയ അപകടമുണ്ട്. ദൈവത്തെ കബളിപ്പിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ദൈവമക്കളെ സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവം പറയുന്നു, ഒരു ദിവസം ഞാനും പറയും, ഞാൻ നിന്നെ അറിഞ്ഞില്ല. ദൈവമക്കളെ, നമ്മളെ തന്നെ ചതിക്കുന്ന വഞ്ചിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ ആരും ജീവിക്കല്ല. ദൈവവചനം ഒരു വിട്ടുവീഴ്ചയില്ലാതെ പറയുന്നു, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവമക്കളെയും സ്നേഹിക്കണം. That's what the cross demands of us. In verse 11 we read, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. Let me ask all the parents a question. നമ്മുടെ വീട്ടിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ, അത് രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ, if they create a conflict and if they don't get along, as a parent, does that hurt you? നമ്മുടെ മക്കള് വഴക്കുണ്ടാക്കി ഒരു അടുപ്പമില്ലാതെ സ്നേഹമില്ലാതെ ജീവിതം തുടരുന്നുവെങ്കിൽ ഒരു മാതാവിനോ പിതാവിനെ അത് വേദനിപ്പിക്കുമോ? Does it hurt us as a parent when our kids create enough problems? Why don't we look at it in the same way? When the Heavenly Father looks down from the throne and He sees people within His family, His children, siblings in the name of God, siblings in the family of God, when they are fighting, creating conflicts and not getting along, do you think that hurts our Heavenly Father? Does that matter to you that our Father is grieving every time we create dissension and fraction in the family of God? ദൈവത്തിൻ്റെ കുടുംബത്തിൽ നമ്മൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ, അത് സ്വർഗസ്ഥനായ പിതാവിനെ വേദനിപ്പിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? Do we think about that fact? The more we think about it, the more we realize my intimacy with the Lord is restored. My intimacy with the people of God must also be restored. The more we think about how our Heavenly Father is grieving, the more we realize I shouldn't be the reason my Heavenly Father is grieving. നമ്മൾ തന്നെ ചിന്തിക്കണം, കർത്താവേ, ഞാൻ മുഖാന്തരം അങ്ങ് വ്യസനിക്കുന്ന, അങ്ങ് ദുഃഖിക്കുന്ന ഒരു കാരണം ഉണ്ടാക്കല്ലേ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ, ആഗ്രഹിക്കുവാൻ നമുക്കൊരു മനസ്സുണ്ടാകണം. We must not be the reason why the Heavenly Father is grieving. ഒരു ദേവാസം പറഞ്ഞു, മറുഭാഷയിൽ മറ്റ് സഹോദരോട് സംസാരിച്ച് സഭയിൽ വന്ന് അന്യഭാഷ പറയുന്നത് ഏത് ആത്മാവാണെന്ന്. You talk to someone else that belongs to the family of God in a very filthy, disrespectful manner. And with that same tongue and same mouth, you come into the presence of God and you start speaking in tongues. Ask yourself, is that really true? Can that really happen? The Word of God says, no, it cannot. It's a simple answer. എൻ്റെ തെറ്റുകൾക്ക് ഉത്തരവാദിത്തം എടുക്കാതെ അതിൻ്റെ കുറ്റമെല്ലാം മറ്റുള്ള തലയെ ചുമത്തി വെച്ചുകൊണ്ട് ഞാൻ ഒരു വലിയ മാനിനായി നടന്നാൽ അതുകൊണ്ട് ആരെയാ കബളിപ്പിക്കുന്നത്? ദൈവത്തെയാണോ? ഒരിക്കലുമല്ല. നമ്മളെ തന്നെ ചതിക്കുന്ന ഒരു അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാം, ഞാൻ മുഖാന്തരം വേറൊരു സഹോദരനോ സഹോദരിയോ കണ്ണുനീർ പൊഴിക്കുന്നെങ്കിൽ പിന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം പറയും, മകനെ, ഞാൻ നിന്നെ അറിയുന്നില്ല. If I'm the reason that somebody else is crying, if I'm the reason that somebody else's tears coming down their face, but then at the same time I come in the presence of God and I cry and weep for God's blessing, God will say, I never knew you. You can't treat your brother or sister in the way that I expect you to treat them, but you expect me to give you forgiveness and blessing. Child, son, daughter, I never knew you. ഇതൊരു കളിയായിട്ട് എടുക്കല്ലേ ദൈവമക്കളെ. നമ്മൾ അന്യോന്യം ബഹുമാനത്തോടും അടുത്ത ബന്ധത്തോടും സ്നേഹത്തോടും നമുക്ക് അന്യോന്യം പെരുമാറുവാൻ സാധിക്കുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഇവിടെ എന്തെല്ലാം ചെയ്തെടുത്താലും ദൈവത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ ദൈവം പറയും,
ഞാൻ നിന്നെ അറിഞ്ഞില്ല. അവിടെ പോയി നിങ്ങൾ വഞ്ചിക്കപ്പെടല്, അവിടെ പോയി നിങ്ങൾ നിത്യ അഗ്നിയിലേക്ക് മാറുന്ന ഒരനുഭവം ഉണ്ടാകുവാൻ നിങ്ങൾ സമ്മതിക്കില്ല. The cross is two-dimensional. One, it points up. It says, my intimacy with the Heavenly Father is restored. The cross is also horizontal. It says, my intimacy with the people of God must be restored. It's not a one-way street. It's not a one-way street. If there is true intimacy with God, but there is no true intimacy with the children of God, then I ask you to come to the cross. ദൈവത്തോട് എനിക്ക് പൂർണ്ണ അടുത്ത ബന്ധമുണ്ട്, പക്ഷെ ദൈവമക്കളോട് എനിക്ക് അതില്ല എന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ആ ക്രൂശിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. ആ ക്രൂശ് വിളിച്ചു പറയുന്നു, ദൈവത്തോട് മാത്രമല്ല, ദൈവ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളോടും നമുക്ക് അതുപോലെ ആ സ്നേഹവും അടുത്ത ബന്ധവും ഉണ്ടായിരിക്കണം. You know, last week, I mentioned a few weeks ago, we're planning a mission trip to Uganda and a few people are coming. I was on a Zoom call with the staff there in Uganda. And he is saying, Pastor, we're waiting for you to come. We're waiting for your team to come. Come as quickly as possible. Come as long as you want to stay. അവർക്ക് നമ്മളൊക്കെ ചെല്ലുമ്പോൾ, ദൈവമക്കൾ ചെല്ലുമ്പോൾ അവരുടെ ആ സ്നേഹമുണ്ടല്ലോ, അവർ പറയാം, നിങ്ങൾ വന്ന എത്രത്തോളം താമസിച്ചോ, we'll take care of everything. അതുപോലെ ആത്മാർത്ഥത കാണിക്കുന്ന ദൈവമക്കളുണ്ട് ഭൂമിയിൽ. പക്ഷെ നമ്മൾ കർത്താവിന് സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അടുത്തിരിക്കുന്ന മനുഷ്യനും ഒരു ദൈവത്തിൻ്റെ പൈതലാണ്. ആ പൈതലിനോടും ആ വ്യക്തിയോട് സ്നേഹം കൊടുക്കുവാൻ, അടുത്ത ബന്ധം പാലിക്കുവാൻ എൻ്റെ കടമയാണ്. അത് വേറെ ആരുടെയും ഒത്താശയല്ല. ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട, ദൈവത്താൽ അയക്കപ്പെട്ട സ്വന്തം പുത്രനെ ക്രൂശിലേൽപ്പിച്ചപ്പോൾ ആ ക്രൂശ് വിളിച്ചു പറയുന്നു, പിതാവിനെ സ്നേഹിക്കുന്നവൻ പിതാവിൻ്റെ പൈതലിനെയും സ്നേഹിക്കണം. So that's why the songwriter sang it this way. Draw me near, nearer to the cross where you have died. Draw me near to the precious bleeding side. ചിന്തിച്ചു നോക്കിയേ, ആ പാട്ടുകാരന് പാടാമായിരുന്നു, ദൈവമേ ഒരു സിംഹാസനത്തിന് അടുത്തിലേക്ക് നിന്ന് ആകർഷിച്ചാൽ, ഒരു പദവിയുടെ അടുക്കിലേക്ക് നിന്ന് ആകർഷിച്ചാൽ, Lord, draw me near to your throne. Draw me near to your position. Draw me near to your glory. That's not what the songwriter says. Draw me near to the cross, because at that cross I see my intimacy with the Lord God is restored. At that cross, I see my intimacy with the people of God is restored. You don't get that on the throne. You get that and you see that at the cross. I am thine, O Lord. I have heard thy voice, and it told thy love to me. But I long to rise in the arms of faith and be closer drawn to thee. എവിടെയാണ് നമുക്ക് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ ഒക്കുന്ന അറിയാമോ? ക്രൂശിൽ വരുമ്പോഴാണ്. ആ ക്രൂശിന് ചൂട്ട് വരുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ആ ക്രൂശോട് നമ്മൾ എത്രത്തോളം അടുത്തിരിക്കുന്നോ അത്രത്തോളം നമ്മൾ അന്യോന്യവും അടുത്തിരിക്കുവാൻ സാധിക്കും. The closer we come to the cross of the Lord Jesus Christ, the nearer we become to God and the nearer we become to one another. അതുകൊണ്ടാണ് ദൈവനം പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച അത് പാസ്റ്റർ വിഷയം എടുത്തു പറഞ്ഞു. നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ യാഗം കൊണ്ടുവന്നിട്ട് അവിടെ വരുമ്പോൾ എൻ്റെ സഹോദരന് എനിക്കെതിരെ ഇന്ന വിഷയമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ യാഗം അവിടെ വെച്ചിട്ട് നിങ്ങളുടെ സഹോദരനോട് സംസാരിച്ച് ആ കാര്യത്തിന് രമ്യത ഉണ്ടാക്കിയിട്ട് മനസ്സ് സമാധാനം നിറഞ്ഞ് കടന്നു വന്ന് നിങ്ങളുടെ യാഗം സമർപ്പിക്കൂ. അവിടെ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി ദൈവപ്രസാദം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. പക്ഷേ ഇത് നമ്മൾ ഉള്ളിൽ കയപ്പും വിദ്വേഷവും പകയും ആത്മാർത്ഥത ഇല്ലാത്ത അനുഭവം എല്ലാം വെച്ചുകൊണ്ട് എത്ര യാഗം സമർപ്പിച്ചാലും ദൈവം പറയുന്നു, കുഞ്ഞേ ഞാൻ നിന്നെ അറിയുന്നില്ല. If we're not intimate with one another, no matter what we offer to him on the altar, the Lord would say, I never knew you.